കോഴിക്കോട് സെയിന്റ് പാട്രിക്സ് പള്ളി കെട്ടിടത്തിന് തീവെച്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പ്രതി ഒഡീഷ സ്വദേശി ജയന്ത് നായിക്കിനെ പള്ളിയിലെത്തിച്ചാണ് തെളിവെടുത്തത്. പ്രതിയുടെ പശ്ചാത്തലം കൂടുതലായി അന്വേഷിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു. അനീഷ് ദേവസിയുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ആദ്യം അങ്ങനെ ഒരു തീപിടുത്തം അസ്വാഭാവികമെന്ന് ആദ്യമേ ഉറപ്പിച്ചതാണ്. എന്താണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന സെന്റ് പാട്രിക്സ് പള്ളിയിൽ ശനിയാഴ്ച പുലർച്ചെ 4:30 ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത്. മതബോധന ക്ലാസ് നടന്ന കെട്ടിടത്തിനാണ് തീപിടിച്ച്. അതോടൊപ്പം പള്ളി വികാരിയുടെ കാറും പള്ളിയിലെ രേഖകളും പൂർണ്ണമായി കത്തിനശിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് പ്രതി ഒഡീഷ സ്വദേശിയുമായ ജയൻ നായികിനെ ഞായറാഴ്ച തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ചാലപ്പുറത്തെ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ദേവാലയത്തിൽ അതിക്രമിച്ചു കയറുക, കെട്ടിടത്തിന് നാശനഷ്ടം വരുത്തുക, അതുപോലെ തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് അന്ന് ശനിയാഴ്ച പൂർണ്ണമായും തീ അണച്ചത്. ഫയർഫോഴ്സിന്റെ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തീ പടരാതിരുന്നത്. ഇന്ന് ഉച്ചയോടെ 1:30 കൂടിയാണ് പ്രതിയെ സെന്റ് പാട്രിക്സ് പള്ളിയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഒഡീഷ പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ പശ്ചാത്തലം കൂടുതലായി അന്വേഷിക്കുമെന്നാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്താണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിനുള്ള ചേതോവികാരമെന്നാണ് അന്വേഷിക്കുന്നത്. അത് കേവലം ഒരു തോന്നലിന്റെ പുറത്ത് കാട്ടിക്കൂട്ടിയതാണോ, അതല്ല അതിനപ്പുറത്തേക്ക് ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ശ്രദ്ധിക്കുന്നത്, പരിശോധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.